ഏവർക്കും നമസ്കാരം. ജൂലൈ മാസം 17-ാം തീയതി വ്യാഴാഴ്ച പുണ്യമാസം എന്നും രാമായണ മാസം എന്നും അറിയപ്പെടുന്ന കർക്കിടക മാസം ആരംഭിക്കുന്നു. തുടർന്ന് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയും കർക്കിടകം നീളുന്നു. ഈ കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു ആചരണമാണ് പിതൃക്കൾക്ക് വേണ്ടി നാം അർപ്പിക്കുന്ന ബലി. കർക്കിടകം 8, അതായത് ജൂലൈ മാസം 24-ാം തീയതി വ്യാഴാഴ്ചയാണ് കർക്കിടക വാവ്. ഇന്നേ ദിനമാണ് നാം നമ്മുടെ പൂർവ്വ പിതൃക്കൾക്ക് ബലിതർപ്പണം അർപ്പിക്കുന്നത്. ഈ കർക്കിടക മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വന്നു ഭവിക്കാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി നമുക്ക് ഈ മാസത്തെ ഗ്രഹസഞ്ചാരം ഒന്ന് പരിശോധിക്കാം. സൂര്യൻ ഈ മാസം മുഴുവനായും കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ജൂലൈ 28 മുതൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം മുഴുവനായും കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നതാണ്. വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ നിലവിൽ സ്വക്ഷേത്രമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ജൂലൈ 26 മുതൽ ശുക്രൻ മിഥുനരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും. ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. വക്രഗതിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. രാഹുകേതുക്കൾ കുംഭത്തിലും ചിങ്ങത്തിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള കർക്കിടക മാസ ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർക്കിടകക്കൂർ പുണർദം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല. സൂര്യൻ ജന്മത്തിൽ അഥവാ 1-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില വൈഷമ്യങ്ങൾ, അനാരോഗ്യം, രോഗദുരിതങ്ങൾ, അമിതമായ അധ്വാനം, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. സൂര്യൻ ഈ കൂറുകാരുടെ 3-ാം ഭാവാധിപൻ കൂടിയാകയാൽ ജന്മത്തിൽ കൂടി അനിഷ്ടനായി സഞ്ചരിക്കുന്ന സൂര്യൻ ബന്ധുമിത്രാദികളുമായി ചില സ്വാരസ്യങ്ങൾ, വിരോധം എന്നിവയെ സൃഷ്ടിക്കാം. ചൊവ്വ ഈ കൂറുകാരുടെ 2, 3 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 2-ൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ അനിഷ്ടഫലങ്ങളെയാണ് നൽകുക എങ്കിൽ 3-ൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു. ധനഭാവം എന്നും വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്ന 2-ാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. പ്രധാനമായും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, പ്രതിസന്ധികൾ, കളവ്, വഞ്ചന എന്നിവയിലൂടെ ധനനഷ്ടം എന്നിവയ്ക്കും അലച്ചിലുകൾ, കാലതാമസം, കാര്യവിഘ്നം എന്നിവയ്ക്കും സാധ്യത കാണുന്നു. എന്നാൽ 28-ാം തീയതി ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിലേക്ക് ചൊവ്വ പ്രവേശിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകും. കാരണം സഹോദരഭാവം എന്നും പരാക്രമഭാവം എന്നും അറിയപ്പെടുന്ന 3-ാം ഭാവം ചൊവ്വയുടെ ഇഷ്ടഭാവമാകുന്നു. 3-ൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ഊർജം, ആത്മവിശ്വാസം, സകല പ്രതിസന്ധികളെയും ചെറുക്കുവാനുള്ള പോരാട്ടവീര്യം, ശത്രുനാശം, രോഗമുക്തി, കടങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ എന്നിവയിൽ നിന്ന് മോചനം എന്നിവയെ എല്ലാം നൽകുന്നു. കൂടാതെ ഈ സമയത്ത് ബന്ധുമിത്രാദികളുമായി നല്ല ആത്മബന്ധം, സമൂഹത്തിലും ഔദ്യോഗിക രംഗത്തും കീർത്തി, അംഗീകാരം എന്നിവയും ഇവർക്ക് വന്നു ചേരുന്നു. ബുധൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 1-ാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല. 1-ാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവമാകയാൽ ബുധൻ ഈ കൂറുകാർക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം. കൂടാതെ ബുധൻ ആശയവിനിമയം, വിദ്യ, പഠനം എന്നിവയെല്ലാം കുറിക്കുന്നു എന്നതിനാൽ ചില ആശയക്കുഴപ്പങ്ങൾ, അലസത, ഏകാഗ്രതയില്ലായ്മ എന്നിവയും അനുഭവത്തിൽ വരാം. വ്യാഴം ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. 12-ാം ഭാവം എന്നത് ധനച്ചെലവുകളുടെയും അലച്ചിലുകളുടെയും ഭാവം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴം അനിഷ്ടസ്ഥിതി പ്രാപിക്കുമ്പോൾ ഇവർക്ക് ധനം അമിതമായി ചിലവഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനഷ്ടം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് വന്നു ഭവിക്കാം. അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ, കാലതാമസം എന്നിവയും ഇവർ നേരിട്ടേക്കാം. വ്യാഴം 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഈശ്വര കടാക്ഷത്തിനും ഒരു മങ്ങൽ സംഭവിക്കാം. ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ വളരെയധികം ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും. ശുക്രൻ ഈ കൂറുകാരുടെ 11, 12 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 11-ാം ഭാവം എന്നത് സർവാഭീഷ്ടസ്ഥാനം, സർവകാര്യ വിജയങ്ങളുടെ ഭാവം, ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. തൽഫലമായി ഈ കൂറുകാരുടെ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നു. ഇവർ തുടങ്ങിവെച്ച്
സഫലമാക്കുവാൻ കഴിയാത്ത സംരംഭങ്ങളും പ്രവൃത്തികളും തടസ്സങ്ങൾ നീങ്ങി ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും. കൂടാതെ ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം വന്നു ചേരുവാനുള്ള സാധ്യതകളും ഈ സമയത്ത് അധികരിച്ചിരിക്കും. ചിട്ടി, ഓഹരി, ലോട്ടറി, ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ കൂടി ഇവർക്ക് ധനലാഭം ഉണ്ടാകാം. ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതി, വളർച്ച, ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ്. കുടുംബജീവിതത്തിലും ഇവർക്ക് ഐക്യം, സുഖം, സന്തോഷം, സമാധാനം എന്നിവ ശുക്രൻ പ്രദാനം ചെയ്യും. തുടർന്ന് ഈ കൂറുകാരുടെ 12ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക. പൊതുവെ മറ്റ് ഗ്രഹങ്ങൾ എല്ലാം തന്നെ ഈ 12ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകാറ്. എന്നാൽ ശുക്രൻ 12ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകും. ശുക്രൻ 12ൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ നന്നേ കുറയും. കൂടാതെ ധനാഗമം, വിദേശത്ത് ജോലി, വിദേശത്തുള്ള വരുമാനം, കാര്യജയം എന്നിവയെല്ലാം ഉണ്ടാകുകയും ചെയ്യും. 12ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകളെ ഉണ്ടാക്കാമെങ്കിലും അത് വാഹനം വാങ്ങുക, ഉപരിപഠനം, വസ്തുവകകൾ വാങ്ങൽ, ആഭരണം, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ശുഭകരമായ ചിലവുകൾക്ക് വേണ്ടിയായിരിക്കും ധനം ചെലവഴിക്കുക. ശനി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന 9ൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയെല്ലാം ഈ 9ാം ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു. 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പിതാമഹ പ്രീതിയെ നൽകുന്നു. പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം, ഐശ്വര്യം എന്നിവ ഉണ്ടാകും. കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും ഉടലെടുക്കും. ക്ഷേത്രദർശനം, തീർത്ഥാടനം എന്നിവയിലൂടെ ആത്മീയമായ ഉന്നതിയും പുരോഗതിയും പ്രാപിക്കും. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം ഇവർക്ക് സൽപ്പേരും നേട്ടങ്ങളും അംഗീകാരവും ലഭിക്കും. ഭാഗ്യാഭിവൃദ്ധിയാൽ സാമ്പത്തികമായ ഉന്നതിയും ഉണ്ടാകും. രാഹു ഈ കൂറുകാരുടെ 8ാം ഭാവത്തിലും കേതു ഈ കൂറുകാരുടെ 2ാം ഭാവത്തിലുമാകും സഞ്ചരിക്കുക. 8ാം ഭാവം അഥവാ അഷ്ടമഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു. അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. 8ാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത്. 8ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ അനാരോഗ്യം, ആയുർഭീതി, രോഗാരിഷ്ടതകൾ എന്നിവയെല്ലാം അനുഭവത്തിൽ വരാം. കൂടാതെ തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികൾ, വിമർശനങ്ങൾ, അവഹേളനം എന്നിവയെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങളും വന്നു ചേരാം. 2ാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവമാണ്. ധനഭാവം, വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനക്ലേശം, ധനനഷ്ടം എന്നിവയെല്ലാം വന്നു ഭവിക്കാം. അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഇവർ പാലിക്കണം. കൂടാതെ കുടുംബത്തെയും 2ാം ഭാവം കുറിക്കുന്നു എന്നതിനാൽ കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഈ സമയത്ത് കുറയാം. അപ്പോൾ കർക്കിടക കൂറുകാർക്ക് ഈ മാസം ശുക്രൻ, ശനി എന്നിവർ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. ചൊവ്വയും ആദ്യ 10 ദിനങ്ങൾക്ക് ശേഷം ഏറെ അനുകൂലൻ ആകുന്നു. എന്നാൽ സൂര്യൻ, ബുധൻ എന്നിവർ അനിഷ്ടരായി ജന്മത്തിൽ സഞ്ചരിക്കുന്നത് ശാരീരികമായ ക്ലേശങ്ങളെ സൃഷ്ടിക്കാം. അഷ്ടമത്തിലെ രാഹുവും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. ധനഭാവത്തിൽ അനിഷ്ടനായി കേതു സഞ്ചരിക്കുന്നുവെങ്കിലും ശുക്രൻ്റെ ആനുകൂല്യ നിമിത്തം ധനപരമായി വലിയ പ്രതിസന്ധികൾ ഈ കൂറുകാരെ അലട്ടില്ല. എങ്കിലും കർക്കിടക കൂറുകാർക്ക് ഈ മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി ഭവിക്കുമെന്ന് തെളിയുന്നു. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.